ഇനി നമുക്ക് വറ്റയുടെ നല്ല വലിയ തല കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 തലയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കൊരു തലക്കറി റെഡിയാക്കി എടുക്കാം. ഇനി കറി റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി 2 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു 15 വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്, 20 ചെറിയുള്ളി ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് അധികം ഇഷ്ടമുള്ളവർക്ക് കാശ്മീരി ചില്ലി പൗഡർ പകുതിയും ബാക്കി നോർമൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അതിന്റെ പകുതി ചേർത്ത് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. മീനിന്റെ തല മുഴുവനോട് കൂടി വേണമെങ്കിലും കറി വെക്കാം, അതുപോലെ ഇതുപോലെ കട്ട് ചെയ്ത് വേണമെങ്കിലും കറി വെക്കാം കേട്ടോ. കട്ട് ചെയ്ത് വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്ത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരണം. ആ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയുള്ളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളി ഒന്ന് ട്രാൻസ്പെറന്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞു കിട്ടണം. മൊരിഞ്ഞു കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൽ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം എടുത്ത് അതുകൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തം ഞാൻ 4 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം ഇതിലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പുളിക്ക് ആവശ്യത്തിന് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോ ഇതിലേക്ക് 2 കുടംപുളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നന്നായി തിളച്ചിട്ട് വേണം ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ. അരപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആ പുളിയൊക്കെ ഒന്ന് ഇളകി വരുന്ന സമയത്ത് വേണം കേട്ടോ ഇതിലേക്ക് തലക്കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ. 5 മിനിറ്റ് ഇതുപോലെ അരപ്പ് നല്ല രീതിയിൽ വെട്ടി തിളച്ച ശേഷം ഞാൻ ഇതിലേക്ക് തലക്കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തലകഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. 5 മിനിറ്റ് തിളക്കുമ്പോൾ തന്നെ മീനൊന്ന് കുക്കായിട്ടുണ്ടാകും. 5 മിനിറ്റ് നല്ല രീതിയിൽ വെട്ടി തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി ഒരു 10 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കണം. അങ്ങനെ 10 മിനിറ്റ് തിളച്ചു വരുമ്പോഴേക്കും നമ്മുടെ മീൻ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നല്ല രീതിയിൽ തിളച്ച് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പില വിതറി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇങ്ങനെ അടച്ചു വെച്ച് ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നന്നായി പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ടാകും. ആ മീൻ തലയിലൊക്കെ നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാകും. 2 മണിക്കൂർ വേണം കേട്ടോ ഇതൊന്ന് സെറ്റ് ആയിട്ട് വരാനായിട്ട്. അപ്പോൾ ഈ വറ്റമീന്റെ തല കൊണ്ടുള്ള കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.